എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൻ പൊറോട്ടയാണ്. അപ്പം ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കപ്പിനാണ് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ പഞ്ചസാര ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പൊറോട്ടയുടെ മാവ് കുഴയ്ക്കുന്ന ഒരു പരുവം അറിയാമല്ലോ. നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം നമുക്ക് പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം ഞാൻ മാവ് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു 5-10 മിനിറ്റോളം നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം. നമ്മൾ ഈ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു രീതിയിലാണ് നമ്മുടെ പൊറോട്ടയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. മാവ് നല്ലപോലെ നമ്മൾ സോഫ്റ്റാക്കി എടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ നല്ലപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് അതേ ബൗളിൽ തന്നെ ഇതിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്കിതൊന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ 1 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ ബോളുകളായിട്ട് എടുക്കണം. അറിയാമല്ലോ, എല്ലാവർക്കും പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്നത് അറിയാമെന്ന് കരുതുന്നു. ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഏത് വലുപ്പത്തിലാണ്, ചിലപ്പം 1 ബോള് 2 പൊറോട്ടയൊക്കെ ചെയ്യാവുന്നതാണ്. അത് നമുക്കിപ്പോൾ ചെറിയ ബോളാണെങ്കിൽ 1 പൊറോട്ടയായിട്ട് ചെയ്യാം. ഇച്ചിരി വലിയ ബോളാണെങ്കിൽ 2 എണ്ണമൊക്കെ നമുക്ക് 1 ബോളിൽ തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതി അവരവരുടെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ഈ ബോളുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടും കൂടെ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂറും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഓരോ ബോളുകൾ നമുക്കിതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് മൊത്തത്തിലിങ്ങനെ പരത്തി കൊടുക്കാവുന്നതാണ്. അതേപോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ മാവ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ വീശിയെടുക്കാമല്ലോ, പൊറോട്ടയ്ക്കൊക്കെ വീശുന്നത് ഇതേപോലെ ഒന്ന് വീശി വേണമെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി വലിയ ബോളായതാണ് കൂടെ നമുക്കൊരു 2 പൊറോട്ട ഇതേ ചെയ്യാവേ. അപ്പോൾ ഞാൻ ഇതേപോലെ അത്യാവശ്യം ഒന്ന് വീശി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തവർ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് നമുക്ക് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഞാനിത് 2 എണ്ണമായിട്ട് ചെയ്യുന്നതാണ് കൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ബോളാണെങ്കിൽ നമുക്ക് ഒരെണ്ണമായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നീട് നമുക്ക് ഇതേപോലെ ഓയിൽ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പോലെ 2 സൈഡിൽ നിന്ന് മടക്കി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മേളിലോട്ടൊന്ന് തേച്ചതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നമുക്ക് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒത്തിരി അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത്
ഒരു പാനിലിട്ട് നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇത്രയും മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് നമുക്കൊന്ന് അമ്മയ്ക്ക് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി അങ്ങ് പരത്താൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് കുക്ക് ചെയ്യുന്ന വീഡിയോ കട്ടായിപ്പോയി. നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ലതുപോലെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ബൺ പൊറോട്ട. നല്ല സോഫ്റ്റുമാണ്, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.